എണ്ണയിൽ വറുത്തെടുക്കാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പലഹാരങ്ങൾ എപ്പോഴും ഹെൽത്തിയാണല്ലോ. സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നറിനും മറ്റും ഉപയോഗിക്കാവുന്ന ചിക്കൻ മമ്മൂസാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ചിക്കൻ മമ്മൂസ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്യുന്നത്. പച്ചയ്ക്ക് ചിക്കൻ ഗ്രൈൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസസ്, ഏകദേശം 1/4 കിലോ ചിക്കൻ പീസസ് വരും. അത് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എപ്പോഴും മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ അത് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് മീറ്റിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും. 1 കപ്പ് മൈദ മാവ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് സാധാരണ വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണേ, ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. മാവിൻ്റെ പുറത്ത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഓയിൽ, ഏതെങ്കിലും ഓയിൽ തടവിയിട്ട് നമുക്കതൊരു പാത്രത്തിൽ അടച്ചു തന്നെ വെക്കണം. ഈ മമ്മൂസ് തയ്യാറാക്കാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുത്ത മൈദ മാവ്, 1 കപ്പ് ചിക്കൻ വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തതാണ്, ക്യാബേജ് 1 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്, ക്യാപ്സിക്കം ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, മല്ലിയില, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 10 അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കൂടാതെ 1 കപ്പ് സവോളയും. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ചിക്കൻ മമ്മൂസ് തയ്യാറാക്കുന്നത്. വഴറ്റാതെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തും നമുക്ക് മമ്മൂസിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആ കൂടെ സവോളയും ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. സവോള ഒരു 10 സെക്കൻഡ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത് അതിൻ്റെ ടെക്സ്ചർ നന്നാക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവറൊക്കെ ചിക്കനിലേക്കും വെജിറ്റബിളിലേക്കും മിക്സ് ആകാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുത്ത് ഒരു 1/2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ചേർക്കാൻ ബാക്കിയുള്ളത് ക്യാപ്സിക്കമാണ്. 2 ക്യാപ്സിക്കവും ചേർത്ത് നമുക്കൊരു 10 സെക്കൻഡ് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണേ. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ചിക്കൻ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം മമ്മൂസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ചെറിയ പൂരിക്ക് പരത്തുന്നത് പോലെ മാവ് പരത്തിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട്
ചെറിയ ചെറിയ ഞൊറികളായിട്ട് ഞൊറിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തതിന് ശേഷം സെയിം സൈഡിലേക്ക് ഒരു ട്വിസ്റ്റും കൂടി ചെയ്യുക. ഇനി ചിക്കൻ മമ്മൂസ് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയിൽ വറുത്തെടുക്കാത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മമ്മൂസ്. ചിക്കൻ ഇല്ലാതെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചും നമുക്ക് മമ്മൂസ് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.